സുമാർ 25 ഏക്കറോളം നമ്മൾ ആന തന്നെ ഇപ്പൊ കളഞ്ഞു. 25 ഏക്കർ? 25 ഏക്കറോളം കളഞ്ഞു. ആന ദിവസം ഇപ്പൊ ഒരു 10-15 ദിവസമായിട്ട് വന്നിട്ട് ഓരോരുത്തരുടെയും ഓരോ ഏക്കർ ഇതിന് കളയാത്ത ദിവസങ്ങളില്ല. കഴിഞ്ഞ വർഷം ഇതേ ടൈമിലാണ് നമ്മുടെ ചേട്ടന്റെ മോനെ ആന മേരെ റോട്ടിൽ നിന്ന് തട്ടിയിട്ടെങ്കിലും ആന കുത്തുന്നത് ഏക്കുന്നില്ല. നെറ്റിയിലേക്ക് ചെറിയൊരു കുത്തേറ്റെന്നല്ലാണ്ട് വയറിലൊന്നും സംഭവിക്കത്തില്ല. അവന്റെ ദൈവഗുരു നമ്മൾ കാറ് പോയി നോക്കുമ്പോൾ ഇവൻ ചോരയെ കുളിച്ച് കിടക്കുക. ആന ഒരു കാലം കിടത്തുമ്പോൾ ബാച്ചർമാരെ ആദ്യം ഓടുക പേടിച്ചിട്ട്. സ്ഥിരം ആന ഇറങ്ങുന്നുണ്ട്. അത് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുന്നത് 4 പ്രാവശ്യം ഇറങ്ങി. അതിപ്പോ നെല്ലിപ്പിടുന്ന് കാണുന്നില്ല. അവിടെ പോയ നെല്ലൊന്നും ഇല്ല. നെല്ലൊക്കെ തിന്ന് തീർത്തു. ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. ഇവിടെ 80 സെന്റ് വയലുണ്ട്. അതിപ്പോ ഒരു 40 സെന്റ് കഴിഞ്ഞു, പകുതിയും തീർന്നു. അതിന്റെ കൂടെ 100-200 കുരങ്ങ്. മുമ്പ് ഭയങ്കര ശല്യം. കൊയ്യാനും പാരാനും ഒന്നും കിട്ടും. എത്ര ഉറുപ്പ്യ കടം വാങ്ങിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരുത്തി കൃഷി എടുക്കുന്നത്, അല്ലാതെ എനിക്ക് ആരും സഹായിച്ചിട്ടൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം 2 കാവക്കാർ നിർത്തി. എന്നിട്ടെന്ത് 3/4 ആന ഒന്ന് കളഞ്ഞു. അവരെന്ത് 9 മണി വരെ മാടത്തി അവിടെ ഇതിലിക്കും. പിന്നെ അവര് പോയി വീട്ടിൽ കിടന്നുറങ്ങും. പിന്നെ എന്തെങ്കിലും നമുക്ക് ലേശം കഞ്ഞി കുടിക്കണ്ടേ? ആരെയും കൊണ്ടുതരാനുണ്ടോ? ഇപ്പുറത്തോട്ട് കളഞ്ഞിട്ടല്ലേ? അതും കളഞ്ഞിട്ട് അതൊക്കെ കളഞ്ഞു. അതൊക്കെ തിന്നുപോയതാ. ആനപ്പിണ്ടം കിടക്കുന്നുണ്ട് എന്തോരാന്ന്. ഇത് മൊത്തം കളഞ്ഞാട്ടോ, കംപ്ലീറ്റ്. കാവൽക്കാരെ നമ്മള് രാത്രി ആന വരുമ്പോ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല. അവര് സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല. ഫോൺ എടുത്തു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാല് അവര് സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. അവര് വീട്ടിൽ കിടന്നുറങ്ങുക. ഇവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. ഇവര് ശമ്പളം മേടിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇതിന്റെ സൗണ്ട് വരുമല്ലോ. അപ്പൊ ആന പയ്യെ ചവിട്ടി ഉപ്പ് ഇങ്ങനെ ഒതുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇന്നലെ ഇറങ്ങിയത്. പങ്കിനും പാട്ടത്തിനും എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. കാവലിനാണെങ്കിൽ ആളില്ല. വന്നാൽ തന്നെ അവര് കിടന്നുറങ്ങാന്നല്ലാതെ ഒരു കാര്യം. ഫോറസ്റ്റോട് പറയും, നിങ്ങൾ ആന ഇറങ്ങുമ്പോൾ ഗാർഡന്മാര് പറയും നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ബാച്ചറെ വിളിച്ചാൽ മതി, അവർ വരുമെന്ന് പറയും. പക്ഷെ അവർ വരുന്നില്ല. നമ്മൾ വിളിക്കുമ്പോൾ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ഫോൺ എടുക്കില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വള്ളുവാടി എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ വള്ളുവാടിയിലെ നിരന്തരമായിട്ട് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന മുട്ടിക്കൊമ്പനെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നു. നമ്മൾ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിരുന്നു ജയമണി ചേട്ടൻ്റെയും അതുപോലെ തന്നെ പാറുമ്മയുടെയും. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ കാണിച്ച പ്രദേശങ്ങളിലൊക്കെ ആ ഒരു ആന സ്ഥിരമായി ഇറങ്ങി നെൽകൃഷി നശിപ്പിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും പീക്കിൽ, അതായത് ഏറ്റവും കൂടുതൽ ആന ഈ ഒരു മുട്ടിക്കൊമ്പൻ ഇറങ്ങി നെൽകൃഷി കളഞ്ഞിരിക്കുന്ന ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏകദേശം ഒരു 25 ഏക്കറോളം ആന കളഞ്ഞു എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ആ ഒരു പ്രദേശമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. നമുക്ക് ഏതായാലും നേരിട്ട് ആ ഒരു പ്രദേശം പോയി കണ്ടിട്ട് വരാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? പ്രഭാകരൻ. എന്താ ഏട്ടാ, എങ്ങനെയാണ് ഇവിടെ? ഭയങ്കര ആനശല്യമാണല്ലേ? നിരന്തരം ആനയുടെ ശല്യം കൂടുതലാണ്. കാവക്കാരാണെങ്കിൽ കാവക്കാർ വരാമെന്ന് പറയും. പക്ഷേ കാവക്കാർ വീട്ടിൽ അവരുടെ ടൈം ആകുമ്പോൾ അവർ 10 മണിയാകുമ്പോൾ ഒന്ന് വന്ന് ടോർച്ച് അടിച്ച് അവരുടേതായ സ്ഥലത്തേക്ക് അവരെ വീട്ടിൽ പോകും. നമ്മുടെ കൃഷിക്ക് അവർ സംരക്ഷണം ചെയ്യാമെന്ന് പറയും. പക്ഷേ ആരും ചെയ്യുന്നില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും നമ്മൾ കാവക്കാർ വിട്ടുതരാം. പക്ഷേ ഇവരും കാവക്കാർ നമുക്ക് വിട്ട് തരുന്നത് ഇവർ പറയും. പക്ഷേ കാവക്കാർ അവനവരെ വീട്ടിൽ കിടന്നു പിറക്കാന്നല്ലാണ്ട് നമ്മുടെ കൃഷികൾ നമ്മളൊന്നും സംരക്ഷിക്കുന്നില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് നമ്മുടെ കൃഷി നമ്മൾ സംരക്ഷിക്കുക എന്നുള്ള. അത് നമുക്ക് കഴിയുന്ന കാര്യങ്ങളല്ല. അവരുടെ മൃഗങ്ങൾ അവരുടെ കാട്ടിൽ ശുശ്രൂഷിക്കട്ടെ. നമ്മൾ വീട്ടിലാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിലല്ലല്ലോ. ആ രീതിയിലേക്ക് നമ്മൾ പറയുമ്പോൾ അവർ നമ്മളോട് ബാച്ചർമാരെ വിളിക്കുമ്പോൾ ബാച്ചർമാർ ഫോൺ എടുക്കില്ല. ഫോറസ്റ്റ് പറയും ബാച്ചർമാരെ വിളിച്ചാൽ മതി ആ ടൈമ്പോൾ ആന ഇറങ്ങുമ്പോൾ. പക്ഷേ ബാച്ചർമാർ ഫോണിൽ ആരും കൈകാര്യം ചെയ്യുന്നില്ല. ഫോൺ വിളിച്ചെടുക്കില്ല. ഫോൺ വിളിച്ച് അവർ ഫോൺ എടുക്കില്ല. അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ സൈലൻ്റ് ആക്കി വെക്കുക. ഇതിപ്പോൾ എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട്? മിക്ക ദിവസവും. ഇപ്പോൾ 3 ദിവസമായി തുടർച്ചയായിട്ട് 3 ദിവസം ആന എൻ്റെ സൈഡിൽ. കുറേ നശിപ്പിച്ചോ? കുറേ നശിപ്പിച്ചു. ഒന്ന് കാണിച്ചു തരാമോ? ഓ, കാണിച്ചു തരാം. ഇത് വള്ളുവാടി തന്നെയല്ലേ സ്ഥലം? വള്ളുവാടി. ഇത് ഏതാ വാർഡ് നമ്പർ? 3 അല്ലേ? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ജമണിച്ചാൻ്റെ വീടിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഒരു 1/4 കിലോമീറ്റർ ഇപ്പുറത്തായിട്ടുള്ളൊരു പ്രദേശമാണ് കേട്ടോ. നമുക്ക് ഈ പാടമൊക്കെ നോക്കി അറിയാം എന്തോരം ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളുള്ള പ്രദേശമാണ്. ആന ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടമാന നശിപ്പിക്കും കേട്ടോ. അതൊക്കെ കാവൽ കിടക്കുന്ന സ്ഥലമാണ്? ഇത് കാവൽ മാടാണിത് അല്ലേ? ഇതിൻ്റെ അകത്ത് രാത്രി ആൾ കിടക്കുന്നുണ്ടോ? രാത്രി കാവൽ കിടക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ഈ മഞ്ഞ് കൊണ്ട് നമുക്ക് ആനയെ കാണാൻ കഴിയുന്നില്ല. അതെ. ആന നമ്മൾ വഴിക്കാണ് വരുന്നത്? ഇവിടുന്ന് വരുന്നേ? ആ വഴി ഇവിടുന്ന് വരുന്നല്ലേ? ഇവർ ഫെൻസിങ് റെഡിയാക്കാന്ന് പറയും. പക്ഷെ ഫെൻസിങ് റെഡിയാക്കിയിട്ട് കാണുന്നില്ല. കാവക്കാർ പറയും ആന ഇറങ്ങിയിട്ടില്ല, അല്ല ബാച്ചർ.
അപ്പോൾ നമ്മൾ വന്ന് കാണിച്ചു കൊടുക്കണം. ഈ ഫോറസ്റ്റോട് നമ്മൾ കാണിച്ചു കൊടുക്കണം ആന ഇറങ്ങി എന്നുള്ളത്. ഭാഷ പറയും അവിടെ ആന ഇറങ്ങിയില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇവിടെ വിളിക്കുവാറുണ്ട്. ഫോറസ്റ്റോട് പറയും നിങ്ങൾ ആന ഇറങ്ങുമ്പോൾ ഗാർഡന്മാർ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, ഭാഷ വിളിച്ചാൽ മതി, അവർ വരുമെന്ന് പറയും. പക്ഷെ അവർ വരുന്നില്ല. നമ്മൾ വിളിക്കുമ്പോൾ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ഫോൺ എടുക്കില്ല. നമ്മൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കിത് നമ്മുടെ ജീവിതമാർഗ്ഗം ഇപ്പം ഈ കൃഷി തന്നെയാണ്. അതെ. ചേട്ടൻ എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്ന? ഞാൻ താമസം എനിക്ക് നമ്മുടെ അപ്പൻ മുതലേ കൃഷി ചെയ്യുന്നത് നമ്മൾ പൂർവ്വമായിട്ട് നമ്മുടെ കൃഷിക്കാരൻ അരിയൊന്നും പുറത്തുനിന്ന് മേടിക്കുന്നില്ല. അരിയൊന്നും പുറത്ത് മേടിക്കില്ല. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഒരു 40% പുറത്തേക്ക് കൊടുക്കുന്നു. പക്ഷെ നമുക്കിത് കൊടുക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ. അതെ അത്രയും പോകുന്നുണ്ടല്ലേ. ഇപ്പൊ നിരന്തരം നിങ്ങൾക്ക് കാണിച്ച അവസ്ഥയിൽ ഇപ്പൊ കാണിച്ചു തരാൻ ഇതൊക്കെ ഏകദേശം ആകാറായതാ? ഇതൊക്കെ കൊയ്യാനായ പാകങ്ങളായെന്നല്ലേ അല്ലേ? ഇതുപോലെ ആയി നിൽക്കാൻ നല്ല കേട്ടോ. ഇത് രസമായി പാടം കാണാൻ. ഇതുപോലെയുള്ള എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഒരു ഇത്ര ആക്കിയെടുക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ പോകുകയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഏകദേശം അവരുടെ ഒരവസ്ഥ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഏതൊക്കെ തരം നെല്ലുകളാണ് കൃഷി ചെയ്യുന്നത്? ഇവിടെ വായാട് വണ്ണ്, കുള്ളംതൊണ്ടി, പിന്നെ ഗന്ധശാല, ഇതിപ്പോ ഇന്നലെ ഇറങ്ങിയ ആനയുടെ പരിപാടിയാണ്. ആന ഫെൻസിങ്ങിന്റെ നമ്മൾ വരാൻ അറിയാൻ വേണ്ടി കുപ്പി അടക്കം അവിടെ കെട്ടിവെക്കും. ആന ഫെൻസിങ്ങിന്റെ കാലിൽ ചവിട്ടി മളി, ഫെൻസിങ് ഓർത്തിട്ട് ആന ചവിട്ടിക്കളയും. അതൊക്കെ ചവിട്ടിക്കളയാ, എന്നിട്ട് ആന കയറുക. അപ്പൊ നമ്മൾ ഫെൻസിങ് പയ്യെ ചവിട്ടി താത്തും. അപ്പൊ സൗണ്ട് കേൾക്കില്ലല്ലോ. അപ്പൊ ആന പയ്യെ കയറുക. ആന കയറുമ്പോൾ നമ്മൾ പറയും, അവർ പറയും ആന വരുമ്പോൾ നിങ്ങൾ ബാച്ചർമാർ വിളിക്കണം എന്ന് പറയും. വിളിക്കുമ്പോൾ അവർ വന്നെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ 2.5 മണിക്കൂർ ഇവിടെ ആന വന്ന് വയലിൽ ഇറങ്ങിയിട്ട് കഴിഞ്ഞ വർഷം 2:30 ആന ഇറങ്ങിയിട്ട് 4:30 ആന കയറിപ്പോയില്ല. ഫോറസ്റ്റുകാരോട് പറയുമ്പോൾ ഫോറസ്റ്റുകാർ അവിടെ ചെല്ലും, തിരിച്ചു വരും. പിന്നെ ഇവർ ആറാറ്റി വിളിച്ചപ്പോൾ ആറാറ്റിനെ കണ്ടപ്പോൾ ആന പെട്ടെന്ന് പോയി. ഈ ഫോറസ്റ്റുകാർ പിന്നെ എന്തിനാണ് ഇവിടെ അവർ നിൽക്കുന്നത്? ഇവിടെ ഞാനിപ്പോൾ പാട്ടത്തിനെടുത്തിട്ടുണ്ട്. വയലത്തൊക്കെയാണ് പാട്ടത്തിനെടുത്തിട്ട് അവർക്ക് അന്യായമായ പാട്ടവും കൊടുത്തിട്ട് നമ്മളത് കൃഷി ചെയ്യുന്ന. നമുക്കൊരു 10 രൂപ കിട്ടാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. അത് കിട്ടുന്നില്ല നമുക്ക്. ഇതൊക്കെ ഇന്നലെ കളഞ്ഞതാ, അത് മെനഞ്ഞ കളഞ്ഞതാ. അങ്ങോട്ട് ഇറങ്ങാൻ അടുത്ത് കുറച്ചുകൂടെ പോകാൻ പറ്റുമോ? പോകാം. പിന്നെ അങ്ങോട്ട് പോകാനാ? അപ്പുറത്തോടെ പോകാം അല്ലേ? ചേച്ചിയുടെ പേരെങ്ങനെയാ? സിന്ധു. ഞങ്ങൾ വർഷങ്ങളായി കൃഷി എടുത്തുകൊണ്ടിരിക്കുന്നതാണ്, കർഷകരാണ്. എല്ലാ കൊല്ലവും ഇത് തന്നെയാണ് അവസ്ഥ. പങ്കിനും പാട്ടത്തിനും എടുത്തിട്ടാണ് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. കാവലിനാണെങ്കിൽ ആളില്ല. വന്നാൽ തന്നെ അവര് കിടന്നുറങ്ങാന്നല്ലാതെ ഇങ്ങണ്ട് ഒരു കാര്യം നോക്കാം. ഞങ്ങൾ മാടം കെട്ടി വെച്ചിട്ടുണ്ട്, അതിലൊന്ന് വന്ന് കിടന്ന് അവരൊന്ന് നോക്കാനാണ് ഞങ്ങൾ പറയുന്നത്. അതും ചെയ്യുന്നില്ല. ഞങ്ങൾ വിളിക്കുമ്പോൾ അവര് ഫോൺ എടുക്കില്ല. അതാണ് അവസ്ഥ. ഞങ്ങൾ തന്നെ ഓടിക്കുകയാണ്. ഇപ്പൊ ആണുങ്ങൾ ഇപ്പൊ പണിക്ക് പോകുന്നതാണ്. അവർക്കും പിന്നെ വൈകുന്നേരം വരെ പണിയെടുത്ത് ഇവിടെ വന്ന് രാത്രി ഉറക്കൊഴിഞ്ഞിരിക്കാൻ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങളുടെ മക്കളെ പോറ്റാൻ വേണ്ടിയല്ലേ ഈ കഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥകളൊക്കെ. ഞങ്ങൾ വന്ന് ഇവിടെ ആണുങ്ങൾക്ക് കാവൽ നിൽക്കുമല്ല, എന്താ ചെയ്യാ? ആണുങ്ങൾ വരുന്നവരെ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ വീട്ടില്. 7 മണി കഴിഞ്ഞ് ഏതും സമയത്ത് ഇറങ്ങാം. അങ്ങനെയാണ്. പിന്നെ മക്കളൊക്കെ പണി വിട്ട് വരുന്ന സമയങ്ങളാണ് അതൊക്കെ. ആ സമയത്ത് കണ്ടമാനം നശിപ്പിക്കുന്നുണ്ടല്ലേ. ഇതാ ഇതൊക്കെ സാറ് കാണുന്നില്ലേ? ഇതൊക്കെ അതാ അപ്പുറം. ഇതൊക്കെ ഞങ്ങൾ പങ്കിനും പാട്ടത്തിനും എടുത്ത് ചെയ്യുന്നതാണ്. ഞങ്ങള് ഇതിനു മുന്നേ കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ? നഷ്ടപ്പെട്ടിട്ടുണ്ട്. എഴുതി കൊടുക്കാൻ പറയും, ഞങ്ങൾ എഴുതി കൊടുക്കും, ഒന്നും കിട്ടില്ല. ഇതാണ് അവസ്ഥ. ഇതുവരെയൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല. എത്ര വർഷമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്? കണക്ക് വെക്കാന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ കൊല്ലവും ഇങ്ങനെ കൊടുക്കാൻ നേരത്തെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഒന്നും ഞങ്ങൾ എഴുതി കൊടുക്കാൻ മെനക്കെടുന്നില്ല. കാരണം അതിന് തന്നെ വേണം നല്ല പൈസ. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ട. ഞങ്ങൾക്ക് എഴുതി കൊടുക്കുന്ന നല്ല വിഷയം. ഞങ്ങൾക്ക് ഇവിടെ കാവലിന് ആള് വേണം, അത് വേണം വിഷയം. ഞങ്ങൾ കടം വാങ്ങിയിട്ടാണ് ഇത്രയും വയലൊക്കെ ഞങ്ങൾ കൃഷി ചെയ്തെടുക്കുന്നത്. അവസ്ഥയാണിത്. ഇന്നലെ വന്ന ചവിട്ടിയതാണ്. ഈ കാലിന് ചവിട്ടും. വാ എന്തല്ലേ? അത് അതേട്ടോ, ആ കാല് നമ്മൾ അതിൽ കെട്ടിവെക്കും. നമ്മളിതിനെ കെട്ടിവെക്കും. ഇത് ഇങ്ങനെ കെട്ടിവെക്കും. ഇതിങ്ങനെ കെട്ടിവെക്കും. ആന നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ ആന എന്ത് ചെയ്യുന്നറിയോ? അപ്പോൾ ഈ ആന കിടക്കുമ്പോൾ ഇതിന്റെ സൗണ്ട് വരുമല്ലോ. അപ്പൊ ആന പയ്യെ ചവിട്ടി ഉപ്പ് ഇങ്ങനെ ഒതുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇത് ഇന്നലെ ഇറങ്ങിയത്. ഇത് മെനഞ്ഞാന്ന് ഇറങ്ങിയതാ. ഇതിലിങ്ങനെ ഈ വഴിക്ക് വരുന്നേ? ഈ വഴി. ഇത് രാത്രി കറണ്ട് കൊടുക്കുന്നുണ്ടോ? കറണ്ടില്ല. കറണ്ട് നമ്മൾ ആന വരുമ്പോൾ അതിന്റെ കുപ്പി തമ്മിൽ അടിക്കുന്ന ഒരു ഒച്ച വെക്കും. അപ്പൊ നമുക്ക് അറിയാലോ. അത് മാത്രമേ ഉള്ളൂ.
എല്ലാം അല്ലാണ്ട് കറണ്ടില്ല. കറണ്ടില്ല. ഓ, ആനയ്ക്ക് അത് ഷോക്കെന്ന് ഓർത്തിട്ട് ആന അതെ തൊടൂല. അപ്പോൾ കാലിൽ പോയി ചവിട്ടി പയ്യെ ചായ്ക്കും, എന്നിട്ട് കയറി പോകും. അപ്പോൾ നമ്മൾ ഈ മഞ്ഞത്ത് ലൈറ്റ് അടിച്ചാലും നമുക്ക് എത്തൂല. അതെ അതെ അതെ. ഇത് മൊത്തം കളഞ്ഞാലേ? ഇത് മൊത്തം കളഞ്ഞ അവിടെ വരെ പോയതാ. പിന്നെ ഒരു കതിര് ഒന്നുമില്ല. ഞാൻ അടുത്ത സ്ഥലം കാണിച്ചു തരാം. ഒരു കതിരോടും കിട്ടാത്ത സ്ഥലം കാണിച്ചു തരാം. 3 കണ്ടെത്തി ഒരു കഷ്ണം കാണാനില്ല. ഇതുപോലെ ഇപ്പുറ സൈഡിലും അല്ലേ? ഓ, ഇതൊക്കെ കംപ്ലീറ്റ് കളഞ്ഞാലോ. പിന്നെ നമ്മൾ സർക്കാരിലേക്ക് എഴുതി കൊടുത്താൽ ഒരു ഉറുപ്പ് പോലും അനുവദിക്കുന്നില്ല, കിട്ടുന്നില്ല, ഫണ്ടില്ല. ഞങ്ങൾ അവിടെ ഒരു ഭംഗി വാക്ക് പറഞ്ഞ് നിങ്ങൾ എഴുതി കൊടുക്കുക, ഞങ്ങൾ ഫോട്ടോ എടുത്ത് കൊടുക്കാം, നിങ്ങൾ ഒന്ന് എഴുതി കൊടുക്കുക. എന്തിനും എഴുതി കൊടുക്കുക? നമ്മൾ ആ പൈസ കൊടുക്കുക, നമ്മളെ ടൈമും പൈസ കൊണ്ട് വെറുതെ കളയല്ലേ. എത്ര വർഷങ്ങളായി നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കാൻ പറയുന്നു, നമ്മൾ കൊടുത്തിരുന്ന കാര്യം കിട്ടുന്നില്ല. പിന്നെ എന്തിനു വേണ്ടി നമ്മൾ മെനക്കെടണം? ഇതൊക്കെ കഴിഞ്ഞ 2-3 ദിവസം പല ദിവസങ്ങളിലായിട്ട് കളഞ്ഞേക്കുന്ന കേട്ടോ. അതുണ്ടോ എന്തോരാ കളഞ്ഞേക്കുന്നുണ്ടോ? ഇനി അപ്പുറം കാണിച്ചു തരാം. ഇതിലെങ്ങനെ നടന്നു പോയില്ലേ? ഇതൊക്കെ നടന്ന് ഇങ്ങനെ പോവാ. ആനയ്ക്ക് കയറി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ കയറുന്ന പോലെയല്ലേ? അത് കതിര് മാത്രമേ കഴിക്കുള്ളൂ. അതെ അതെ അതെ, കതിര് മാത്രം കഴിക്കുള്ളൂ. അതെ അതെ. ഇതുണ്ടോ, ഇതൊക്കെ കതിര് കളഞ്ഞല്ലേ? ഇതൊക്കെ പതിര് തിന്ന. ഞാൻ അവിടെ കാണിച്ചു തരാം ഒരു 3 കണ്ടത്തെ അവസ്ഥ. നമുക്കിതിൽ പോകുന്ന കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ. അവിടെ നിൽക്കട്ടെ ചേച്ചി, പോരാ ഒരു മിനിറ്റ്. ഇപ്പൊ വരാം. ഇപ്പുറത്തോട്ട് കളഞ്ഞിട്ടുണ്ടല്ലേ? അതും കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ തിന്നുപോയതാ. ഇതൊക്കെ ആനപ്പണ്ടും കിടക്കുന്നുണ്ട് എന്തോരാന്ന്. ഇത് മൊത്തം കളഞ്ഞ കേട്ടോ, കംപ്ലീറ്റ്. അത്ര പോയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടോ? എന്തൊരു ഭീകരാവസ്ഥ കേട്ടോ. ഈ വലിപ്പത്തിൽ നിന്ന് നെല്ലാണ് ഇത് കംപ്ലീറ്റ്. കണ്ടോ, പിന്നെ നടുഭാഗമൊന്നും ഇല്ല. കണ്ടോ, ഒരു ലെവൽ വ്യത്യാസം കണ്ടോ? ഈ ഒരു ഭാഗവും ഇല്ല. ഇതൊക്കെ കംപ്ലീറ്റ് തീർത്താണ്. ഇവർക്കിത് കാണിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, അത്രത്തോളം പോയിട്ടുണ്ട്. പയ്യ വരാം കമ്പി. കണ്ടോ, ഇതുപോലെ നിൽക്കുന്ന നെല്ലാണ്. പയ്യ കയറിക്കോളൂ കേട്ടോ. എല്ലാം കയറുന്ന ഒരേ സൈഡിൽ കൂടെ തന്നെയല്ലേ? ഉൾട്ടും കൂടെ. ഇതെന്താന്ന് അവസ്ഥയും കൂടി പറഞ്ഞുതരാം. നായികെട്ടി ഡിവിഷനിൽ ശമ്പളം കൊടുക്കുന്നില്ല പറഞ്ഞാൽ അവർ വരുന്നില്ല. സമരത്തിലാണ്. ഇവർ 2 കാവക്കാരും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓട്ടിക്കുക. ശമ്പളം കൊടുത്തെങ്കിലല്ലേ ഇത് കഴിഞ്ഞ നടക്കുള്ളൂ. ഇതിങ്ങനെ കൂട്ടിമുട്ടി പൊട്ടിയതായിരിക്കും അല്ലേ? ഇല്ല, ഇത് ഞാൻ വെറുതെ ഇട്ട് പൊട്ടിച്ചാ. അത് കയ്യിൽ വീട് പൊട്ടിയതാ. ഈ പറമ്പിൽ കൂടെ ഒക്കെ ആയിരിക്കുമല്ലോ വരുന്നത്? ഇതിലൊക്കെ തന്നെ വരുന്നത്. ഇവർക്ക് കറണ്ടിൻ്റെ ഫെൻസിങ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവർ ചെയ്തേക്കുന്ന പരിപാടി കേട്ടോ. കുപ്പികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഒരൊച്ച വെക്കും. അങ്ങനെ അവർക്കൊരു അറിവ് കിട്ടും ആന വന്നെന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ വഴി ഷോട്ടി അടിക്കുന്നതാണേ. ഞാൻ വഴി ഷോട്ടി ആയിരുന്നാണ് കേട്ടോ. പയ്യെ വന്നോ. ഇതെല്ലാം ഒരാളുടെ പറമ്പാണ്, അതേ പലരുടെയാണോ? അതിപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ അനിയൻ്റെ. ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് എൻ്റെതും. അത് ഞാൻ പാട്ടത്തിനടുത്ത് കുറവായിട്ടുണ്ട് അവിടെ. ഇതൊരു 3 ദിവസം വന്നത് താണ്ടോ മാറിയതാ. ഇതൊരു 3 ദിവസം മുന്നേ വന്നിട്ട് ഇതേപോലെയുള്ള നെല്ല, ഇതേപോലെയുള്ള നെല്ല് ഇത് താണ്ടോ മാടിയതാ. മൊത്തം കളഞ്ഞു കേട്ടോ. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഞാൻ നേരിട്ട് കട്ടാക്കിയിട്ടില്ല, കട്ടാക്കാതിൻ്റെ അടുത്താണ്. ഓ, വരിപ്പാക്കിയില്ലേ? ഇതിലിപ്പോൾ ഒന്നും കൊയ്യാൻ പോയില്ല. അതാ അവിടെ കുറച്ച് നെല്ല് കൊയ്യാന്നല്ലാണ്ട് നമുക്ക് കൊയ്ത്തൂലി വരെ കിട്ടില്ല അവസ്ഥ. ഇങ്ങനെ ഒഴിവാക്കും, കൃഷിയല്ലേ, കളയാൻ പറ്റുമോ? അതെ അതെ അതെ. എനിക്ക് അപ്പറ അവിടെ നിന്ന് ഓടിക്കുമ്പോൾ അവർ നേരെ ഇങ്ങോട്ട് പോരില്ല. ഇങ്ങോട്ട് വരും. മഞ്ഞ ആയതുകൊണ്ട് ഇവർക്ക് രാത്രി കാണാനും പറ്റുന്നില്ലെന്ന് പറഞ്ഞു.
എന്തോ ഒരു നെൽപ്പാടങ്ങളാണെന്നറിയോ. ഇത് ഇത്തരത്തിൽ കയറി കഴിഞ്ഞാൽ എത്ര സമയം വേണം ഇതൊക്കെ തീർക്കാൻ. നോക്കി ഇതൊക്കെ തീർത്താട്ടോ. ഉണ്ടോ ഇതുണ്ടോ ഉണ്ടോ ഇതുണ്ടോ ഇതൊക്കെ ചവിട്ടി വെച്ച് ഇതുണ്ടോ. ഇതിൽ കൊയ്യാൻ പോകണം, ഇതിൽ കൊയ്യാൻ പോകണ്ട. എന്ത് കിട്ടാൻ ഇതിൽ സത്യം. ഓക്കെ, അവിടെ നോക്കിയാൽ മനസ്സിലാവില്ലേ. ഇവിടെ വന്ന് നോക്കിയാൽ എൻ്റെ ഭീകരത മനസ്സിലാവും കേട്ടോ. പുറത്തോട്ട് ഇവിടെ ഇതേപോലെ തന്നെ കയറി കളഞ്ഞേക്കുക. ഇതൊക്കെ കളഞ്ഞു കേട്ടോ. എൻ്റെ മുകളിലൊന്നും ഒന്നും ഇല്ലെന്നുണ്ടോ, ചുമ്മാ ഇല മാത്രമേ ഉള്ളൂ, കതിരൊന്നുമില്ല. കതിരൊക്കെ വലിച്ച് പറിച്ച് തിന്നുന്നുണ്ട്. ചവിട്ടി മരിച്ച് കളഞ്ഞ് കതിര് വലിച്ച് പറിച്ച് തിന്നു. എല്ലാം കൊണ്ടും കർഷകർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ആന ഒളിച്ചേക്കുന്ന കേട്ടോ. കൊണ്ട് വരുന്ന വഴിക്ക് ഒളിച്ചിട്ട് പോരുന്ന. ശരിക്കും ആന ഇറങ്ങി വരുന്ന വഴിയിൽ നിന്ന് കാണിച്ചതോ. ഓ, ഇതൊക്കെ മൊത്തം എത്ര ഏക്കറുണ്ടാവും ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നത്? ഇവിടെ ഈ പാടത്തിലാണ്, ഈ പാടത്തിൽ കൃഷി ചെയ്യുന്നൊരു 100 ഏക്കറോളം. 100 ഏക്കറുണ്ടാവും. കുറേ ഇപ്പോൾ ഒഴിവാക്കി. കൃഷിയുടെ ശല്യം, ഈ ആനശയുടെ പന്നി മൃഗങ്ങളുടെ ഒഴിവായി പോയതാ ശല്യം കൊണ്ടാണ് ഒഴിവാക്കിയത്. ഇതിലൊക്കെ ഒഴിവാക്കിയിട്ടോ. ഇപ്പോൾ കാട് വെട്ടാൻ വേണ്ടി ഞാൻ കൃഷിഭവനിലും പഞ്ചായത്തിനും പരാതി ഇപ്പം നാളെ കൊടുക്കും. അല്ലേ, നാളെ കൊടുക്കണം. ഇതൊക്കെ ഓരോ ആൾക്കാരുടെ, ഇത് ഓരോ വ്യക്തികളുടെയാണ്. ഇവർ പണിയെടുക്കുക, ഇവർ കൃഷി ചെയ്യാത്തത് ഇങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ്. ഇതുകൊണ്ട് അടുത്തുള്ള പറമ്പും കൂടെ ഭയങ്കര ശല്യവും വലിയ ശല്യമാണ്. ഞാൻ നാളെ ഇപ്പോൾ പിന്നെ കൃഷിഭവനിലേക്ക് നാളെ പരാതി കൊടുക്കുന്നത്. പയ്യോ ഒന്നോ ആന ചവിട്ടിയ കുഴിയൊക്കെ ഉണ്ടാവും. ആന ചവിട്ടി കുഴിയായി ഇപ്പോൾ ഉണ്ടാവും അല്ലേ. ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇട്ടേക്കുന്നല്ലേ. കൃഷി ചെയ്യാൻ പറ്റത്തില്ല, ഇതൊക്കെ തിരിച്ചു ഭൂമിയാ കിടക്കുക. കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതാണ്. ഇത് 2-3 ദിവസം വന്ന വഴിയാണ് ഇതിപ്പോൾ. ഇതിലാണേ. ഇപ്പം അത് കഴിയുമ്പോൾ ഇപ്പം അങ്ങോട്ട് മാറ്റി പിടിച്ചു. ഇവിടെ 2 ദിവസം വന്ന് ഇറങ്ങി ഇതിൽ ഇറങ്ങി കയറി പോവും. ഇതിലിങ്ങനെ ഇറങ്ങിയിട്ട് ഇതിൽ തന്നെ കയറി ഇതിൽ തന്നെ ഇറങ്ങി പോവാ. അല്ല, ഈ വഴി കയറി പോവല്ലേ. പക്ഷെ അവിടെ വീടുകളുണ്ടല്ലോ. അവിടെ കോളനിയാ അല്ലേ. കോളനിയിലൊന്നും അവർക്കൊന്നും കോളനിയുടെ മുറ്റത്ത് കൂടെ യാന വരിക. അല്ലേ. പിന്നെ സ്ഥിരം വരുന്ന വഴി ഇതിവിടെ ഉണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ പറമ്പല്ലേ. ഇത് ഓരോരുത്തർ ഇതൊക്കെ അല്ല, അത് അപ്പുറത്തുള്ളത് അത് കൊടുത്തു പോയതാണ്. കോഴിക്കോട് ഏതൊരു ഡോക്ടറെ എടുത്താ. അവിടെ താമസമൊന്നുമില്ല, അതൊക്കെ കാട് മൂടി കിടക്കുക. അതിലേ ഇങ്ങനെ വരുന്നുണ്ടല്ലേ. അതിലേ വരുന്നുണ്ട്. ഇപ്പോൾ സൗകര്യമാണല്ലോ അല്ലേ. സൗകര്യമാണ്. ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. റിയൽ എസ്റ്റേറ്റുകാർ സ്ഥലം എടുത്തിട്ട് നാട് നശിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ. ഇതിലെങ്ങനെ വരും അല്ലേ. ഇതാ വഴി. ഇതിലാന്നല്ലേ. ഇതാണ് സ്ഥിര വഴി. അപ്പോൾ അങ്ങനെ പറപ്പൂടെ കയറി പോകും. ഒരു വഴി അല്ലെങ്കിൽ അടുത്ത വഴി അല്ലേ. അടുത്ത വഴി. 2 വഴി കൂടെ സ്ഥിരം വരുന്ന വഴിയാണ്. ഇതിൽ വരിക. ഇതിലെങ്ങനെ നടക്കുന്നല്ലേ. ഇതിലൊക്കെ പോവുക, ആ തെങ്ങിനെ ചോട്ട് കൂടെ പോവുക. അതാണ് വഴി. രാത്രി ആന വരുമ്പോൾ നമ്മളിത് ആനയെ പേടിപ്പിക്കാൻ വേണ്ടി പടക്കം പൊട്ടിക്കുന്ന ഏരിയയാണ് ഇതൊക്കെ. പക്ഷെ ആനയെ പടക്കം പൊട്ടിയാലും ആന പോകുന്നില്ല. ഇതൊക്കെ പടക്കം വന്ന് വിട്ടുന്നത്. ഇതൊക്കെ പടക്കം പൊട്ടിക്കുന്ന ഏരിയ. അവിടെയൊക്കെ പടക്കം പൊട്ടിക്കുന്ന സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. അല്ലേ. അതെന്താ ഇവിടെ ഇങ്ങനെ കുത്തി വെക്കും? എങ്ങനെ? ഇല്ല, സാധാ നമ്മൾ എറിഞ്ഞു പൊട്ടിക്കുന്ന പടക്കം. പടക്കം വന്ന് വീണ് പൊട്ടുന്ന സ്ഥലം കേട്ടോ. എന്നിട്ട് ആനയ്ക്ക് കുഴപ്പമില്ലല്ലേ. ആനയ്ക്ക് തീർക്കൊന്നുമില്ല. ആനയ്ക്ക് പടക്കമൊന്നും പേടിയില്ല. പേരെങ്ങനെയാ? ജാനകി. സ്ഥിരം ആന ഇറങ്ങുന്നുണ്ടല്ലേ. സ്ഥിരം ആന ഇറങ്ങുന്നുണ്ട്. അത് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുന്നത്. അല്ലേ. 4 പ്രാവശ്യം ഇറങ്ങി. അതിപ്പോ നെല്ലിവിടുന്ന് കാണുന്നില്ല. അവിടെ പോയാൽ നെല്ലൊന്നും ഇല്ല. നെല്ലൊക്കെ തിന്ന് തീർത്തു. മൊത്തം തീർത്തല്ലേ. എന്തേരം കൃഷി ഇറക്കി ഈ പ്രാവശ്യം? ഇവിടെ 80 സെന്റ് വയലുണ്ട്. 80 സെന്റ്. അതിലിപ്പോ എന്തോരം തീർന്നു? അതിപ്പോ 40 സെന്റ് കഴിഞ്ഞു. പകുതിയും തീർന്നു. അതിന്റെ കൂടെ 100-200 കുരങ്ങാണെങ്കിൽ വൈകുന്നേരം വരെയും നെല്ലിൽ തന്നെ. കുരങ്ങ് ശല്യം മുമ്പ് ഭയങ്കര ശല്യം. കൊയ്യാനും പാരാനും ഒന്നും കിട്ടില്ല. പിന്നെ കൃഷി എടുക്കാൻ മാത്രം. കന്നാലിക്ക് എന്തെങ്കിലും പുല്ല് കിട്ടുമെന്നേ ഉള്ളൂ. എല്ലാരും കൂടെ ഒരുമിച്ചാണോ ഈ കാവല് കിടക്കുന്നത്? ആര് കാവല് കിടക്കാൻ? ഇപ്പൊ 2 ഉള്ളു ഇവിടെ കിടക്കാൻ. എല്ലാവരുടെയും കൂടെ. എനിക്ക് വീട്ടിലങ്ങനെ ആണുങ്ങളൊന്നും ഇല്ല. ഞാൻ ഒറ്റയ്ക്കാ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇത് പറയുന്നത്. ഇവരൊക്കെ തന്നെ കാവല് കിടന്നിട്ട് ഇങ്ങനെ നോക്കുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ കാവല് കിടക്കാൻ പറ്റും ഉണ്ടാക്കാന്നല്ലാതെ അത് എത്ര ഉറുപ്പ്യ കടം വാങ്ങിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുത്തി കൃഷി എടുക്കുന്നത്. അല്ലാതെ എനിക്കാരും
സഹായിച്ചിട്ടൊന്നുമല്ല. കടം വാങ്ങി ചോറ് അരി പുറത്തുനിന്ന് മേടിക്കാൻ കഴിയാത്തോണ്ട് അത് ചെയ്യുന്നത്. മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു മെച്ചമില്ല. അതിനിപ്പോ ഒന്ന് വീട്ടിലെത്തണമെങ്കിൽ തന്നെ പൈസ എത്ര വേണം? നേരം പെടുത്താ കുരങ്ങ് നമ്മള് ഇവിടെ ആട്ടുമ്പോഴേക്കും അവിടെ. അതിപ്പോ ഇന്നെന്താ കാണുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു. ആന വരുമ്പോ എപ്പോഴും പരാതി ഫോറസ്റ്റുകാരെ വിളിക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വിളിക്കുന്നുണ്ട്, എപ്പോഴും വിളിക്കുന്നുണ്ട്. അവര് വന്നൊന്ന് നോക്കും പോവും. ഓടിക്കല പകലല്ല അവര് വരുന്നത്, രാത്രിയല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം 2 കാവക്കാർ നിർത്തി, എന്നിട്ട് എന്ത് 3/4 ആന ഒന്ന് കളഞ്ഞു. അവരെന്ത് 9 മണി വരെ മാടത്തി അവിടെ ഇതിലിക്കും, പിന്നെ അവര് പോയി വീട്ടിൽ കിടന്നുറങ്ങും. കഴിഞ്ഞ പ്രാവശ്യം കാവക്കാരെ നിർത്തിയിട്ട് എനിക്കൊരു ഉപകാരം കിട്ടിയില്ല. കുരങ്ങ് ശല്യമാണ്. അതിലപ്പുറം കുരങ്ങ് കതിരിനിങ്ങനെ മുറിച്ച് കൊണ്ടുപോകും. വലിയ ബുദ്ധിമുട്ടല്ലേ ഇവിടെ കൃഷി? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. പിന്നെ എന്തെങ്കിലും നമുക്ക് ലേശം കഞ്ഞി കുടിക്കണ്ടേ? ആരെയും കൊണ്ടുതരാനുണ്ടോ? ഞാൻ ഒരാള് അധ്വാനിച്ചിട്ട് വേണ്ട എന്റെ ജീവിതം കഴിയാൻ. ആരും ഇല്ലല്ലോ. അപ്പൊ കാവലൊക്കെ തന്നെ ഇവരൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട്. എന്നാലും ഇത്രയും സ്ഥലം 2 പേര് നിന്നിട്ടും അതിന് ആനക്ക് അങ്ങനത്തെ ഒരു പേടിയില്ലല്ലോ. എത്ര പേരുന്നാലും ആനക്കൊരു ഇതൊന്നുമില്ല. സ്ഥിരം വരുന്ന മുട്ടിക്കൊമ്പൻ അത് അവിടുന്ന് ഇറങ്ങിയിട്ടാണ് വയലിലേക്ക് വരുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് ഞങ്ങളിപ്പോ. ഇതിന് മുന്നത്തെയൊക്കെ നഷ്ടപരിഹാരം ഒന്നും കിട്ടിയില്ല. ഇപ്പൊ ഒരു 3 കൊല്ലായി അങ്ങനെ അപേക്ഷ കൊടുത്തിട്ട് ഒരു ഉറപ്പ് ഇതാന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ല. പണ്ടില്ലാന്നാ അവര് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 3/4 അതോ കൊയ്തുവാരി എടുത്തതിന്റെ കൂലി വരെ എനിക്ക് കിട്ടിയില്ല. 4-5 ഉപതി നെല്ല് കിട്ടി. അത്രയും വയല് 1 ഏക്കറിന്റെ അടുത്ത് വയല് കൃഷി എടുത്തിട്ട് ഒരു സഹായവും ഇല്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സഹായമൊന്നും വേണ്ട, എനിക്ക് 2 കാവലിന് ആളെ നിർത്തിയാൽ മതി. എനിക്ക് വീട്ടിലാണെങ്കിൽ ഒരു ആൺകുട്ടികളില്ല, കെട്ടിയവനും ഇല്ല. അപ്പോഴാണ് അവർ പറയുന്നത് പണ്ടില്ലാത്തതുകൊണ്ട് കാവക്കാരെ നിർത്താൻ പറ്റില്ല. കൃഷി വകുപ്പ് എന്തെങ്കിലും സഹായിക്കോ? അത് ഇൻഷൂർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടും. ഇൻഷുർ ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ പൈസ മുടക്കണല്ലോ. ഇൻഷുർ എന്നും പറഞ്ഞിട്ട് ചെയ്യുന്നു. ഞങ്ങൾക്കൊരു ആനുകൂല്യം ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല. ഒരു ആനുകൂല്യം കൃഷിക്ക് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട ആനയും കുരങ്ങും തിന്നു പോകാന്നല്ലാതെ ഞങ്ങളെ അധ്വാനം ബാക്കി. നേരം പെടുത്ത വൈകുന്നേരം വരെ വയലില് കഴിച്ചു കൂട്ടണം. ഈ കുരങ്ങാട്ടിട്ടേ വീട്ടിലത്തെ പണിയാൻ നോക്കും, കുരങ്ങിനെ ആട്ടും, കന്നാലിക്ക് പുല്ല് വെട്ടാനാ പോകും. അങ്ങനത്തെ ജീവിതമാണ് എൻ്റെ. വീട്ടിലെ ഒരാളും ഇല്ല. പേരെങ്ങനെ ചേച്ചി? സുവർണ. രാവിലെ 7 മണിയാകുമ്പോൾ തന്നെ തുടങ്ങും വീട്ടിലേക്ക് കുരങ്ങിന് വരിക. പച്ചക്കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. റൂമില് ചോറുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ അത് വന്ന് തിന്നും. കോഴി മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് തിന്നും. കോഴിമുട്ട എടുത്തു തിന്നും. കോഴിമുട്ട എടുത്തു തിന്നും. ഒരു സാധനങ്ങളും വെക്കില്ല. നമ്മൾ ആട്ട മൈദയൊക്കെ റൂമിൽ വെച്ചിട്ട് പോയി വാതില് എങ്ങാനും ചാരി ഇട്ടിട്ട് പുറത്തേക്ക് പോയാൽ ആട്ട മൈദ അരി എല്ലാം വാരി തിന്നും. കുരങ്ങിനെ കൊണ്ട് ഒരു രക്ഷയില്ല. എത്ര ഓടിച്ചാലും നമ്മുടെ കടിക്കാനാണ് ഇങ്ങോട്ട് വരുന്നത് കുരങ്ങ്. ഒരു പട്ടീനെ വളർത്തിയാലും ആ പട്ടീനെ അടിച്ചോടിക്കുക, പട്ടിക്ക് വരെ അടി കൊടുക്കും. അങ്ങനെയാണ് കുരങ്ങിന്റെ ശല്യം. വയലില് നെല്ലായി കഴിയുമ്പോൾ പകൽ കുരങ്ങ് വൈകുന്നേരം വരെ, രാത്രിയാകുമ്പോൾ ആന ഓട്ടിച്ചാലും പോവില്ല. കഴിഞ്ഞ പ്രാവശ്യം കാവൽക്കാരും എല്ലാവരും കൂടെ ഇവരൊക്കെ കൂടെ ഓട്ടിച്ചിട്ട് ആന തിരിഞ്ഞാണ് ഓടി വരുന്നത്. തിരിഞ്ഞോടി വന്ന് വരമ്പിൽ വീണ് കാലൊക്കെ ഉളുക്കി നീര് വെച്ച്. അതിനൊന്നും ആരും മരുന്ന് വാങ്ങി തരില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ സംഭവിച്ചതാ. ഫോറസ്റ്റുകാർ ഇങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ അവരൊന്ന് വന്ന് നോക്കി പോകും, എഴുതി കൊടുക്കാൻ പറയും. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ടില്ല. അതാണ് അവർ പറഞ്ഞത്. ഇപ്പൊ കാവൽക്കാരെ നിർത്തണമെങ്കിൽ ഫണ്ടില്ല. ദിവസം അവരിവിടെ വന്ന് പോകും നോക്കിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാവൽ ഏർപ്പെടുത്തിയാൽ മാത്രം മതി. കാവൽക്കാരെ ഏൽപ്പിച്ചിട്ട് ആനേനെ ഓട്ടിക്കണം. 1 മാസം കൂടെ അല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ വിളവെടുക്കാനുള്ളതല്ലേ? ഇത് ഇങ്ങനെ ആയ നെല്ലാണ് ആന വന്ന് ദിവസം വന്ന് തിന്നും. ഓട്ടിക്കുമ്പോ ആന പോണ്ടേ? അവര് ഇന്നലെ പടക്കം കൊണ്ട് തന്നിട്ട് പോയി. കാവൽക്കാരൊന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ളവര് വീടുകളിലുള്ളവരും ഇറങ്ങി ഓട്ടിക്കും. ഇവര് വീട്ടിൽ പോയി കിടക്കും, പിന്നെയും വരും ആന. ഇവിടെ ഈ പറമ്പിൽ വന്നിരിക്കും ആന. ഇവിടെ വന്നിങ്ങനെ ആ പറമ്പിലിരിക്കും ആന. പിന്നെ ഇവര് വീട്ടിൽ പോയി കഴിയുമ്പോ ഇവിടെ വന്ന് കിടക്കുക. അതായത് ഇവര് പടക്കം പൊട്ടിക്കുമ്പോ അവിടെ പോയി ഒളിച്ചേക്കും, ആ പറമ്പിൽ പോയി ഒളിച്ചേക്കും. എന്നിട്ട് തിരിച്ച് അവര് പോയി കഴിയുമ്പോ അനക്കില്ലാണ്ടായി മാടത്തിൽ കിടക്കും. മാടത്തിൽ കിടന്നു കഴിയുമ്പോൾ ചിലപ്പോ ഇവിടെ അവര് കിടക്കുന്നതാണ്. ഇവിടെ ആദ്യം വന്ന് തിന്നുപോയാൽ പിന്നെ ഇവിടെ വരും. ഇവിടെ വന്ന് തിന്നിട്ട് പിന്നെ പോകും അപ്പുറത്തേക്ക്. അത് ഓരോ വഴി കൂടിയാണ് പോകുന്നത്. അതിപ്പോ ഫെൻസിങ് കമ്പിയാന്ന് ചോദിച്ചിട്ട് പേടിച്ചിട്ട് അത് ചവിട്ടി മറിച്ചിട്ടാണ് മെനഞ്ഞാന്നൊക്കെ കിടന്നത്. ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ തേങ്ങ ഇത്രയായ തേങ്ങ പറിച്ചിട്ട് അത് കടിച്ച് അതിന്റെ വെള്ളമൊക്കെ കുടിച്ച് ആ ചോറെല്ലാം മാന്തി തിന്നും. പിന്നെ ഇത്രയുള്ള അടക്ക ആ കരിക്ക് പറിച്ച് ഒക്കെ കടിച്ച് മുറിച്ച് ഇങ്ങനെ ഇടുക. നെല്ലിന്റെ ഇത് ഇവിടുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാപ്പി പഴുത്തു തുടങ്ങി. പിന്നെ കാപ്പി പറിച്ച് തീരുന്നവരെ കാപ്പി. അപ്പൊ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് ഉണക്കിയ കാപ്പി വരെ വാരി എടുത്തോണ്ട് പോകും, തിന്നും. ഇതൊക്കെയാണ്. അപ്പൊ അവരൊന്നും വിളിക്കുമ്പോ അവരിങ്ങനെയാ പറയുന്നത്, ഫണ്ടില്ല, എല്ലാം. പിന്നെ കാവൽക്കാരെ നമ്മള് രാത്രി ആന വരുമ്പോ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല. അവര് സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല. ഫോൺ എടുത്തു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാല് അവര് സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. അവര് വീട്ടിൽ കിടന്നുറങ്ങുക. ഇവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. ഇവര് ശമ്പളം മേടിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങേണ്ട കാര്യമില്ലല്ലോ.
പിന്നെ ഡ്യൂട്ടി സമയത്ത് ഇവർക്ക് ഫോൺ എടുക്കാമല്ലോ. നമ്മളിപ്പോൾ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ഉത്തരവാദിത്തമല്ലേ. ഇവർക്കതില്ല. ഇവർ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഇവർ പറയും ഞങ്ങൾ അവിടെ പോയിരുന്നു, ഇവിടെ പോയിരുന്നു, അങ്ങനെയൊക്കെ ഇവർ പറയുന്നത്. അപ്പോൾ ഇവരെവിടെ വിളിച്ചു ചോദിച്ചാലും ഇവരെ എവിടെയും പോയിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാവൽക്കാരുടെ കാര്യം. കൂലി കൊടുത്ത് എല്ലാവരും കൂലി കൊടുത്തും കൂടി പണിയെടുത്തുമാണ് ഈ മാട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ കാവലിനെ കിടക്കാൻ ഇപ്പൊ ഇവരൊക്കെയാണ് ഇത് ഇവളുടെ ഭർത്താവൊക്കെയാണ് കിടക്കുന്നത്. അവർക്ക് വൈകുന്നേരം വരെ അവർ പണിയെടുത്ത് വന്നു കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ എന്നാലും അവര് കിടക്കുന്നുണ്ട്. ഈ മഞ്ഞുവെട്ടം മഞ്ഞിന്റെ ഇത് ആനയെ കാണുന്നില്ല. അവർ കിടക്കാൻ വരുന്നുണ്ട്. പിന്നെ ഈ കുപ്പി ഇപ്പൊ കെട്ടിയത് ആന ഇവിടെ വന്ന് മുട്ടുമ്പോ കുപ്പി അടിക്കുമ്പോഴാണ് ഇവര് ആന വരുന്ന അറിയുന്നത്. ആ അപ്പോഴാണ് ആന വന്നിട്ടുണ്ടെന്ന് അറിയുന്നത്. ഈ മഞ്ഞ് കൊണ്ട് കാണുന്നില്ല. നമ്മളിപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് ഈ നടുഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അപ്പുറ സൈഡിലേക്കാണ് പോയത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വന്നതാ ഇതിൻ്റെ ഇപ്പുറ സൈഡ്. എല്ലാ വശത്തും ആന ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ മാത്രമല്ല, പല വശത്തോടെയാണ് ആന ഇറങ്ങുന്നത്. ഇതൊക്കെ ആന ഒട്ടി പോയ വഴി ഇല്ല. ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളായത്. ഈ ആനയുടെ ശല്യം കൊണ്ടാണ് ഇത് കൃഷി വേണ്ട നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? കൃഷിയിലില്ലാത്തതുകൊണ്ട് ആന അടുത്ത പറമ്പിലേക്ക് കയറും. അപ്പോൾ തൊട്ട കൃഷി ചെയ്ത സ്ഥലത്തിൽ കാട് കയറുമ്പോൾ പന്നിക്കും മാനിനും താവളമായിട്ടാണ് ഇപ്പോൾ എല്ലാത്തിനും സൗകര്യം. താവളമാണ് ഇപ്പോൾ. പന്നി മാന് ആനയ്ക്ക് പന്നി മാന് ഒക്കെ അതിനകത്തുണ്ട്. കാരണം ഇത് കാട് വെട്ടാൻ ഒരാളും പേടിയാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഇടവെളിയിട്ട് ചെയ്യുന്ന ഈ ശല്യം കൊണ്ടാണ് ഈ കാച്ചിൽ കൃഷി ചെയ്യുന്നത്. അതിന് പന്നി മൊത്തം കളയുക. ഒരു കഷ്ണം കിട്ടാത്ത അവസ്ഥയിലായി. ഇഞ്ചി അട്ട ഉണ്ടായാൽ കേടാവും. അടയ്ക്കാണെങ്കിൽ ഈ വർഷം ഇല്ല. ഇഞ്ചിയാണ് ഈ വർഷം പോയി. കർഷകൻ്റെ അവസ്ഥ ഈ വർഷം കണ്ടറിയേണ്ടി വരും. നെല്ലിനാണ് ഈ ആന. തെങ്ങിനാണെങ്കിൽ ഈ കുരങ്ങ് തേങ്ങ പറിച്ച് തിന്നുക, കരിക്ക് തിന്നുക. കൃഷിക്കാരന് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. സർക്കാരിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് കറക്റ്റായി കൊടുക്കണം. പക്ഷെ നമുക്ക് കിട്ടുന്നത് നമുക്കത് കിട്ടുന്നില്ല. നമ്മളിത് എന്ത് പ്രതി ആറിനെ കാണാൻ എന്ത് പറയണം? ഇവിടെ ഒരു പരാതിപ്പെടുമ്പോൾ ഒരു പരിധിയില്ല എല്ലാത്തിനും. ഇതൊക്കെ ആന പോയ വഴികളാണ്. അല്ല ഇതാ ഇങ്ങോട്ട് വാ. ദൂരെ നോക്കിയാൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് തോന്നിയില്ല. കാരണം അവിടെ നോക്കിയത് കാണിയല്ല കേട്ടോ. ഇതാണ് ഇതൊക്കെ കുരങ്ങ്. ഇതുണ്ടോ അതൊക്കെ കുരങ്ങാണ് കേട്ടോ. ആ നടുഭാഗം നോക്കി. ഇതിലെ പല ഭാഗത്തും ഇല്ല കേട്ടോ. പല ഭാഗങ്ങളും ഇല്ല. നമ്മൾ ഈ അവിടെ ചെന്ന് നോക്കിയാൽ മാത്രമേ കറക്റ്റ് ആ സ്പോട്ടിൽ ചെന്നാലും ഇത് കാണുള്ളൂ. നമ്മൾ അവിടെ നോക്കിയാൽ നല്ല ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലം പോലെ നിൽക്കും. പക്ഷേ അടുത്ത് ചെന്ന് നോക്കിയാലേ ഇത് മനസ്സിലാവും കേട്ടോ. ഇതുണ്ടോ ഓരോ വഴി കൂടെ ഇതിലേയും പൊളിച്ചിറങ്ങിയാലേ. ഇതൊക്കെ പൊളിച്ചിറങ്ങി. ഇതൊക്കെ കുരങ്ങ് പറിച്ചിടുന്ന ഇതുണ്ടോ കുരങ്ങളല്ലേ. ഇതൊക്കെ കുരങ്ങ് പറിച്ചിടുന്ന. വിളയാറായ നെല്ലുകൾ നശിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആരോട് പറയണം? എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമുക്കറിയില്ല. സർക്കാർ ഇതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം കാണുകയാണെങ്കിലോ? സർക്കാർ നമുക്ക് കർഷകൻ്റെ നട്ടലാണ് സർക്കാർ. കർഷകൻ്റെ വേദന കേട്ടോ പറഞ്ഞ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത് ആർക്കാണേലും സഹിക്കുമല്ലോ. ഇത് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞ് മനസ്സിലാവും കേട്ടോ. അല്ല ചിന്തിച്ച് നോക്കി എന്തേരെയാണെന്നറിയോ. കണ്ടമാനം കളഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ കാനയുടെ ചുട്ടുപാടുകളാണ്. ഇതാ കഴിഞ്ഞ ആഴ്ചത്തെയാ? ഇത് കഴിഞ്ഞ ആഴ്ച ഇറങ്ങി തിന്നു പോയതാ. ഓ എന്തോരാ അല്ലേ. ഒരുപാട് നഷ്ടം വന്നു. ഈ ഒരു കണ്ടം മൊത്തം തീർത്തു. ഒരു കണ്ടം മൊത്തം തീർത്തു. അയ്യോ നമ്മളൊന്ന് നോക്കിക്കേ. നമുക്ക് തന്നെ കാണാവുന്നേ ഉള്ളൂ എന്തോരാ കളഞ്ഞേക്കുന്നതെന്ന്. എന്തേരല്ലേ ചവിട്ടി. കണ്ടോ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഇന്ന് പറിച്ചിട്ടാ. കണ്ടോ കതിരുണ്ടോ കുരങ്ങല്ലേ? ഇന്ന് പറിച്ചിട്ടതാ. അത് വേറെ ഒരെണ്ണം. എന്തേരെ കളഞ്ഞേക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ. കാണുമ്പോൾ തന്നെ സങ്കടമാകുന്നു കേട്ടോ. അതുപോലെ ഉണ്ടമ്മാനാട്ടോ കളഞ്ഞിരിക്കുന്നത്. ആ കാണുന്നതാണ് ഏർമാടം. ഇതിൻ്റെ അകത്താണ് ഇവർ കാവൽ കിടക്കുന്നത്. പക്ഷേ നല്ല മഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിന്നാലും ഇവർ കാണില്ല കേട്ടോ. ചേട്ടാ ഏകദേശം ഇത്രയും നമ്മൾ പോയി കണ്ടതിൽ ഏകദേശം എത്ര ഏക്കർ കൃഷി കളഞ്ഞു? സുമാർ 25 ഏക്കറോളം നമ്മൾ ആന തന്നെ ഇപ്പോൾ കളഞ്ഞു. 25 ഏക്കർ? 25 ഏക്കറോളം കളഞ്ഞു. ആന ദിവസം ഇപ്പോൾ ഒരു 10-15 ദിവസമായിട്ട് വന്നിട്ട് ഓരോരുത്തരുടെയും ഓരോ ഏക്കർ ഇതിന് കളയാത്ത ദിവസങ്ങളില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി പരാതി പറഞ്ഞിട്ട് അവർ വരാമെന്നല്ലാണ്ട് നോക്കി പോകുക എന്നല്ലാണ്ട് ഒരു പരിപാടിയില്ല. നമ്മളിപ്പോൾ എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടതാണ്. 25 ഏക്കർ ഇത് നമ്മൾ അവിടെ മുതൽ ഇവിടെ വരെ കാണിച്ചു തന്നു. ഇനി ആ ഏക്കറിന് ഒരു 50,000 രൂപ ചിലവ് വരും. നമ്മൾക്ക് എല്ലാ പണിയും തുടങ്ങുമ്പോൾ തീരുമ്പോൾ 50,000 രൂപ വരും ചിലവ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കാവൽമാടം അല്ലേ. ഇതിൻ്റെ അടുത്തേക്കൊക്കെ ആന വന്നാൽ എന്ത് ചെയ്യും? ആന വന്നാൽ നമ്മൾ ആന ആയുസ് തീർന്നു. ഇതിനടുത്ത് ആന വന്ന ആയുസ് തീർന്നു. ഇതൊക്കെ വരാതിരിക്കാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നതും. നമ്മുടെ കിടക്കുന്ന ആന വരുമ്പോൾ കൊട്ടുന്ന പാട്ടയും കിടക്കുന്ന പായാണിത്. നമ്മൾ കിടക്കുന്നല്ലേ.
നമ്മൾ ഇതൊച്ചുണ്ടാക്കുന്ന സാധനമാണ്. ഓഹോ ആന ഒരുപാട് അടിക്കുന്ന സാധനമാണിത്. ആണല്ലേ? അതെങ്ങനെയാ? ഓഹോ ഇങ്ങനെയാണ് നമ്മൾ സൗണ്ട് ഉണ്ടാക്കുക. നല്ല മുഴക്കമുണ്ടല്ലേ? മുഴക്കമുണ്ട്. 2 എണ്ണം ഉണ്ടാവും. ഞങ്ങൾ 2 ആൾ 3 ആൾ ഉണ്ടാവുമല്ലോ. അതെ അതെ. അപ്പോൾ 2 പേർക്കും ഓരോന്നുണ്ടാവും. പിന്നെ ഇത് പാട്ട, അതും സൗണ്ട് ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. രാത്രി കിടന്ന ഓപ്പൻ ഉറക്കാത്ത അവസ്ഥയാണ്. മക്കൾക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി, നമുക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് ഉണ്ടാക്കുന്നതും. അതെ അതെ അതെ. നമുക്ക് കിട്ടാത്ത അവസ്ഥ നമ്മൾ എന്ത് ചെയ്യും? അവസാനം കിട്ടി വരുമ്പോൾ ആത്മഹത്യ ചെയ്യും. വലിയ കഷ്ടം തന്നെ കേട്ടോ. ഇവർ ഉറക്കമുളച്ച് അവർ ആനയെ ഓടിക്കാൻ വേണ്ടി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കിടന്നിട്ടാണ് ഈ കമ്പയിലും ഈ പാട്ടയിലൊക്കെ അടിച്ചാണ് വെച്ചുണ്ടാക്കുന്നത്. ആന വന്ന സ്ഥലം നമ്മളിപ്പോൾ കണ്ടു. ഏകദേശം ഇവിടം വരെ എത്തിയായിരുന്നു കേട്ടോ. മഞ്ഞായതുകൊണ്ട് ഇവർ കാണുപോലും ഇല്ല, അറിയ പോലും ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരിങ്ങനെ കിടന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആന നശിപ്പിക്കാനുള്ളതൊക്കെ നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു സമാധാനത്തിന് അവർ വന്ന് ചെയ്യുന്നൊരു കാര്യമാണ്. നോക്കി എത്ര കഷ്ടപ്പെട്ടാണ് അവർ കൃഷി സംരക്ഷിക്കുന്നതെന്ന് നോക്കിക്കേ. ഇതാണ് കേട്ടോ ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ചേട്ടൻ ഏർമാടത്തിലിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതായത് കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിലാണ്. ആന ഓടി വന്നു കഴിഞ്ഞാൽ ആയുസ് തീർന്നു എന്നൊക്കെയാണ് അവർ കരുതുമെന്നൊക്കെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചെത്തിയാൽ എത്തി എന്നൊക്കെയാണ് ആ ചേട്ടൻ സംസാരിച്ചത്. വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെ കേട്ടോ. ഇവിടെ നമ്മൾ പടക്കം പൊട്ടിക്കുന്നോ? ഇപ്പോൾ പടക്കം പൊട്ടിക്കുന്ന സാറേ അതൊക്കെ പടക്കം പൊട്ടി അത് ചെതറിപ്പോന്നാ? പുല്ല് പോകുന്നല്ലേ? ഇതൊക്കെ പടക്കം പൊട്ടിച്ചതാ. ശരാശരി എത്ര രൂപയുടെ പടക്കം നിങ്ങൾക്ക് ചിലവ് വരുന്നുണ്ട്? നമുക്ക് ഡെയിലി ഒരു 150 രൂപയുടെ പടക്കം, 200 രൂപയുടെ പടക്കം ഡെയിലി. പടക്കം പൊട്ടി ആയിപ്പോതാ? അതൊക്കെ പടക്കം തീ പിടിക്കുമായിരിക്കും അല്ലേ? തീ പിടിക്കും. പക്ഷെ അത് നമ്മളപ്പോൾ ഈ മഞ്ഞളുകൊണ്ട് പെട്ടെന്ന് കിട്ടൂല്ലേ? ഓഹോ. പടക്കം പൊട്ടി ഇത്രയും നല്ല പടക്കമല്ല പൊട്ടിക്കുന്നത്? നല്ല പടക്കം. 25 രൂപ 30 രൂപയുടെ പടക്കം പൊട്ടിക്കുക. എന്നിട്ടും ആനയ്ക്കൊന്നും ആയിരിക്കില്ല. കഴിഞ്ഞ വർഷം ആനയെ ഞാൻ ഓട്ടിച്ചിട്ട് വാച്ചർമാരുണ്ട്, ഞാനടക്കം ആനയെ ഓട്ടിക്കാൻ പോയി നമ്മുടെ വയലിൽ നിന്ന് വെച്ച്. ആന ഒരു കാലം കിടത്തുമ്പോൾ ബാച്ചർമാർ ആദ്യം ഓടുക പേടിച്ചിട്ട്. നമ്മൾ നിന്നാൽ ബാച്ചർമാർ ആദ്യം ഓടും. അങ്ങനെയാണ് എൻ്റെ കാലിന് ഇടിച്ചിട്ട് ഞാൻ 3-4 ദിവസം കിടപ്പായിപ്പോയി. എന്നിട്ട് ഇവർ ഫോറസ്റ്റുകാർ ഈ തോക്കും കൈപ്പിടിച്ച് നിൽക്കാന്നല്ലാണ്ട് ആനനെ പേടിപ്പിക്കുക പൊട്ടിക്കുക ഒന്നും ചെയ്യുന്നില്ല. ആറാട്ടി വന്നപ്പോൾ ആറാട്ടി കണ്ടപ്പോൾ തന്നെ ആന അപ്പോൾ പോയി പിടുത്തം മുട്ടുന്നില്ല. ആദ്യം ഇവർ ഈ തോക്കും കൈപ്പിടിച്ചിട്ട് എന്തിനാണ് നടക്കുന്നത്? ഞാനൊരു തവണ ചോദിച്ചതാണ് ഇവരോട്, നിങ്ങൾ എന്താ ഇതുകൊണ്ട് നടക്കുന്നത് ഞാൻ ചോദിച്ചതാണ്. പറ്റില്ലെങ്കിൽ പൊട്ടിക്കാൻ പറ്റില്ല, നിങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതാണ്. ഞാൻ എന്തിനാ അവരുടെ മുന്നിൽ നമുക്ക് പ്രവർത്തനമായ കാര്യമില്ല. ഞാൻ ഉള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞു. പോസ്റ്റോട് നമ്മൾ നേരിട്ട് കാര്യങ്ങൾ പറയും. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറയുന്നതിന് ആരോടും ഒരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നേരിട്ട് പറയുന്നതിന് എന്താ കുഴപ്പം? ഇവർ തോക്കും കൈ കുത്തിപ്പിടിച്ച് നടക്കുന്നുണ്ട്, ഇവർ പൊട്ടിക്കില്ല ആനയെ. അപ്പോൾ ഇവരെ പറയാം ഇവരെ രക്ഷയ്ക്ക് വേണ്ടി ആ തോക്കും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് അപ്പോൾ ഇവരെന്ത് ചെയ്യും? ആര് സമാനം പറയും? നമ്മുടെ കുടുംബത്തിലേക്കല്ലേ നമുക്ക് നഷ്ടം വരിക. ഇപ്പം ഞാൻ നഷ്ടപ്പെട്ട പോയാൽ എൻ്റെ കുടുംബത്തിന് നഷ്ടം വരിക, എൻ്റെ മക്കൾക്ക് നഷ്ടം വരും, എൻ്റെ ഭാര്യയ്ക്ക് നഷ്ടം വരും അല്ലേ? അല്ലാണ്ട് ഇപ്പോൾ വേറെ ആർക്കും നഷ്ടം വരുന്നില്ലല്ലോ. പോസ്റ്റർ ഡിപ്പാർട്ട്മെൻറ്റ് തരിക, അവനൊരു 10-15,000 കൊടുക്കും നഷ്ടപരിഹാരം. പോസ്റ്റർക്ക് സംഭവിച്ചാലോ അവരുടെ കുടുംബത്തിൽ ജോലി. ഇതാണ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയാലോ അവൻ്റെ ബോഡി. നിങ്ങളുടെ മുതൽ നിങ്ങൾ നോക്കിക്കോ, ഞങ്ങളുടെ മുതൽ ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞതാണ്. പോസ്റ്ററുള്ള കാര്യം ഞാൻ നോക്കി പറയും. എനിക്ക് ഏത് പോസ്റ്റർ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമുള്ളൂ. തെറ്റ് ചെയ്യാൻ നമുക്ക് ആരും പേടിക്കേണ്ട ഒരു കാര്യമില്ല. കഴിഞ്ഞ വർഷം ഇതേ ടൈമിലാണ് നമ്മുടെ ചേട്ടൻ്റെ മോനെ ആന മേരെ റോട്ടിൽ നിന്ന് തട്ടിയിട്ടത്. ആന തട്ടിയിട്ടു. ഇവൻ രാവിലെ അമ്പലത്തിൽ പോകുന്ന വഴിക്കാണ് ആന തട്ടിയിട്ടത്. അവനെ സാരമായി പരിക്കുന്ന വെച്ചാൽ ആന ഇവരെ തട്ടിയിട്ടെങ്കിലും ആന കുത്തുന്നത് ഏക്കുന്നില്ല. നെറ്റിയിലേക്ക് ചെറിയൊരു കുത്തേറ്റെന്നല്ലാണ്ട് വയറിലൊന്നും സംഭവിക്കുന്നത് അവൻ്റെ ദൈവഗുരുത്വം തന്നെയാണ്. ഇവനെ ഇവൻ ആനയും കൊണ്ടു രാവിലെ അമ്പലത്തിൽ പോയതാ. 6 മണി കഴിഞ്ഞു, 6:30 രാവിലെ ഇവൻ പോകാൻ വേണ്ടിയിട്ട് നടന്നു പോയതാ. എൻ്റെ വീട് തൊട്ടടുത്താ. അപ്പം ഞാൻ രാവിലെ എണിച്ച് പതി വെക്കുമ്പോഴാണ് എൻ്റെ അനിയൻ്റെ മോൻ വന്നിട്ട് പറയുന്നത്, സജിലേട്ടൻ ആന തട്ടിയിട്ടുണ്ട്, കാറൊന്ന് വേണമെന്ന് പറഞ്ഞു. നമ്മൾ കാറ് പോയി നോക്കുമ്പോൾ ഇവൻ ചോരയെ കുളിച്ച് കിടക്കുക. ഇവൻ ഇത്രയും വിഷമങ്ങൾ ഉണ്ടായിട്ടും ഇവൻ എണിച്ചു വന്നു. അതാണ് ഏറ്റവും വലിയൊരു അതിശയം. ആന ചീർന്ന് വെച്ച ഇവിടുത്തെ നാട്ടുകാരൊക്കെ കേട്ടതാണ്. പക്ഷെ എന്തൊന്നും അറിയാത്തതുകൊണ്ട് അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിന് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുറച്ച് പൈസയൊക്കെ സഹായിച്ചു, ചികിത്സക്ക് കുറച്ച് സഹായിച്ചു. കൊമ്പ് ഇറങ്ങിയില്ല. പിന്നെ നട്ടലിന് പൊട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താ സ്ഥിതി? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാലും വലിയ പണിക്കൊന്നും ആവൂല. പിന്നെ ഇപ്പൊ അതൊന്നും വേറൊരു ശാശ്വത പരിഹാരം അവർ കണ്ടു. സർക്കാരിന് ചുരുങ്ങിയ പൈസ അത് ചികിത്സ ചെയ്യാൻ കൊടുത്തു. 10-20,000 കൂടെ കൊടുത്തു. ഇത് തന്നെ, വേറെ ഒന്നും ചെയ്തില്ല. ഞാൻ രാവിലെ ഈ പറഞ്ഞ പോലെ പത്രത്തിന് പോകുമ്പോൾ എൻ്റെ വീടിന് ഉമ്മറത്ത് കൂടെ ആന പോകുന്നത് കാണുന്നതാ. ഞാൻ കണ്ടതാ. നമ്മുടെ ഇതേ റോഡ് കൂടെ ആന ഇങ്ങനെ നടന്നു പോകും. ഞാൻ രാവിലെ 5-5:30 ആകുമ്പോൾ പത്രത്തിൽ പോകുകയാണെങ്കിലും ഇപ്പം 6:30 പോവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ആനയെ പേടിച്ചിട്ട് പോകുന്നില്ല.
ഒരു പണിക്കാർ ഇപ്പോൾ ഒരു 8 മണി കഴിഞ്ഞാൽ റോട്ടിൽ കൂടി ഇറങ്ങി ഇറങ്ങാനൊക്കെ പേടിച്ചാണ്. ആനയെ പേടിച്ചിട്ടാണ് ഒന്നാമത്. പന്നിമാരെന്ന് പറയുമ്പോൾ അത്ര പേടിക്കാനൊന്നുമില്ല, എന്നാലും നമുക്ക് ശല്യങ്ങൾ ഇവരെ തന്നെയാണ്. വളരെ ഭീകരമായ ഒരു അവസ്ഥയിൽ കൂടെ തന്നെയാണ് പ്രത്യേകിച്ച് നെൽകർഷകർ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കർഷകർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നെൽകർഷകരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വിവരിക്കാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ. എത്രത്തോളം നെല്ലാണ് ഇവിടെ കളഞ്ഞതെന്നുള്ളത് നമ്മളിന്ന് നേരിട്ട് പോയി കണ്ടാണ്. നമുക്കിങ്ങനെ കാണാമെന്നല്ലാതെ ഇതിനൊന്നും ഒരു പരിഹാരവും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടമുള്ളത്. ഈ ഒരു കർഷകരുടെ 6 മാസത്തെ അവരുടെ ഊണും ഉറക്കവും എല്ലാം അളച്ച് അവർ ചെയ്ത ഒരു കൃഷിയാണ് ഈ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസം എന്ന് പറയുന്ന പോലെ ആന വരുന്നതും കാത്ത് അവർ ഇരിക്കുകയാണ്. ഏർമാടവും കെട്ടി ഉറക്കവും കളഞ്ഞ്, പകലത്തെ അധ്വാനം കഴിഞ്ഞ് രാത്രി ഉറക്കവും കളഞ്ഞ് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ആന ഒരു സൈഡിൽ നിന്ന് വന്ന് തിന്ന് തീർക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. മതിയായ കാവൽ കിട്ടണം എന്ന് തന്നെയാണ് അവരെല്ലാവരും ഒരുപോലെ പറയുന്നത്. വാച്ചർമാർ കൃത്യമായിട്ട് അവർ ഇവിടെ വന്ന് ആനയെ തുരത്തുന്നില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവരൊക്കെ സംസാരിച്ചത്. അതുപോലെ തന്നെ ആനകൾ കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തടയാനുള്ള വൈദ്യുതി ഫെൻസിങ് കൃത്യമായിട്ട് പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. ഇതൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യം. അതൊക്കെ ഉറപ്പ് വരുത്തിയാൽ തന്നെ ഈ കാണുന്ന നെല്ലൊക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒത്തിരി വയറുകൾ നിറയേണ്ട നെല്ലാണ് ഈ കാണുന്ന നെൽപ്പാടങ്ങളൊക്കെയാണ് കാണുന്നത്. 100 കണക്കിന് ഏക്കറുകൾ ഇവിടെ നമുക്ക് ഈ ചുറ്റും കാണാം. എങ്ങോട്ട് നോക്കിയാലും ഈ കാഴ്ചകളാണ് കാണുന്നത്. പക്ഷേ പല സ്ഥലങ്ങളും ഇപ്പോൾ തരിശു ഭൂമിയായിട്ട് ഇട്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. എത്രയും പെട്ടെന്ന് ഇതിന് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ കുരങ്ങിൻ്റെ ശല്യം അതിരൂക്ഷമാണ്. ആന മാത്രമേ എപ്പോഴും ഹൈലൈറ്റിൽ വരുന്നുള്ളൂ. പക്ഷേ കുരങ്ങ് നശിപ്പിക്കുന്നതിനും കയ്യും കണക്കൊന്നുമില്ല. മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിടിച്ചു മാറ്റുകയോ ഒഴിവാക്കുകയോ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആളുകളെല്ലാവരും സംസാരിക്കുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.